സുഖമാണോ? സുഖമല്ലേ? സുഖമാണോ? ആ, അങ്ങനെ വേണം, സുഖമായിരിക്കട്ടെ എപ്പോഴും. അതുതന്നെയാണ് എൻ്റെയും ആഗ്രഹം. ഒരുപാട് സന്തോഷം. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ട്രിവാൻഡ്രത്ത് എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള സ്വീകരണം കിട്ടിയിട്ടുണ്ട്. ഒരു തവണ ഒരു മോളിൽ ഇതുപോലെ വന്ന് ആൾക്കൂട്ടം വന്നിട്ട് മോളിൻ്റെ മറ്റേ ഗ്ലാസ് ഡോറൊക്കെ പൊട്ടിയത് ഓർമ്മയുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ എവിടെ പോയിട്ടും അത്രയും ഭീകരമായിട്ടുള്ളൊരു സ്വീകരണം കിട്ടിയിട്ടില്ല. അതും ഈ അൺകണ്ടീഷണായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന തിക്കും തിരക്കുമാണെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഇവിടെ ഈ ലുലു മോളിൽ തന്നെ ഞാൻ ഇതിനു മുമ്പ് 2 തവണ പ്രമോഷന് വന്നിട്ടുണ്ട്. അത് അജയൻ്റെ 2ാം മോഷണത്തിന് വേണ്ടിയിട്ടും വന്നിട്ടുണ്ട്, തല്ലുമാലയ്ക്ക് വേണ്ടിയിട്ടും വന്നിട്ടുണ്ട്. അവിടെയും നല്ല സ്വീകരണം വന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. തിയേറ്ററിലും നല്ലപോലെ സ്വീകരിച്ചു. ഇപ്പോൾ അജയൻ്റെ 2ാം മോഷണം വന്ന സമയത്ത് അത് ടി വിയിലും നന്നായിട്ട് സ്വീകരിച്ചു. എല്ലാവരുടെയും വീടുകളിലും ആ സിനിമയെ നന്നായിട്ട് സ്വീകരിച്ചു. അപ്പോൾ അതുപോലെയുള്ള സ്നേഹവും സ്വീകരണവും തുടർന്നും പ്രതീക്ഷിക്കും. ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് അത് തീർച്ചയായിട്ടും അത് നല്ല സിനിമയാണ്. അതിൻ്റെ പിന്നിൽ അഖിലിൻ്റെയും മനസ്സിൻ്റെയും ഒരുപാട് റിസർച്ചും ഹാർഡ് വർക്കും സിനിമയുടെ ആളുകളുടെ എല്ലാം ഹാർഡ് വർക്ക് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളും എൻ്റെ ആസ് എൻ ആക്ടർ എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിന് തൊട്ട് മുമ്പത്തെ സിനിമയോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ സിനിമയായിട്ടോ യാതൊരു സാമ്യവും ഇല്ലാത്ത, എൻ്റെ അടുത്ത് വരാൻ പോകുന്ന സിനിമയായിട്ടും യാതൊരു സാമ്യവും ഇല്ലാത്ത പലതരം ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട്, പലതരം സിനിമകളുടെ, പലതരം സ്ക്രീൻ പ്ലേകളുടെ ഭാഗമാവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് എൻ്റെ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആദ്യം തന്നെ അപ്പോൾ സംവിധായകരോട് എനിക്ക് അങ്ങനെയുള്ള നല്ലൊരു കഥാപാത്രത്തെയും നല്ല ഒരു സിനിമയെയും തന്നതിന് നന്ദി പറയുന്നു. പിന്നെ നമ്മളുടെ പ്രൊഡ്യൂസേഴ്സ്, ഞങ്ങൾ ഒരുമിച്ച് രാജുചായൻ, നമ്മൾ രാഗം മൂവീസ് ഫോറൻസിക്കിൻ്റെയും പ്രൊഡക്ഷൻ്റെ ഭാഗമായിരുന്നു. ഈ സിനിമ ഒരുപക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായിരിക്കും. പക്ഷേ 1979, അതായത് ഞാൻ ജനിക്കുന്നതിനും 10 വർഷം മുമ്പ് സിനിമ എടുത്ത് തുടങ്ങിയ ആളാണ്. ഇപ്പോൾ ഇങ്ങനെയൊരു സിനിമ നമ്മൾ പരിമിതമായിട്ടുള്ള കുറേ സൗകര്യങ്ങൾ നടുക്ക് വെച്ച് നമ്മൾ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള വലിയൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൻ്റെ കൂടെ നിന്ന, ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് അദ്ദേഹം. അദ്ദേഹത്തിനും ഇവിടെ ഞാൻ നന്ദി പറയുകയാണ്. അതിൻ്റെ ഒപ്പം ഈ സിനിമ പുരോഗമിച്ച് വരുമ്പോൾ നമുക്ക് പ്രൊഡക്ഷനിലൊരു പാർട്ട്ണറും കൂടെ വേണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ സിനിമയോടും ഞങ്ങളോടുമുള്ള ഇഷ്ടം കൊണ്ട് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പും ഡോക്ടർ റോയ് CJ, അദ്ദേഹത്തിനും ഞാൻ നന്ദി പറയുന്നു. ഒപ്പം ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ ശ്രീഗോകുലം മൂവീസാണ്. ഗോകുലം മൂവീസിൻ്റെ അവർക്ക് വേണ്ടി ഡ്രീം ബിഗ് മൂവീസാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ എത്തിക്കുന്നത്. അവർ ഇതിനു മുമ്പും ഗംഭീരമായിട്ട് പല സിനിമകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയും നിങ്ങളിലേക്ക് ഏറ്റവും മനോഹരമായിട്ട് തന്നെ അവരെത്തിക്കും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ആക്ടേഴ്സിൽ തന്നെ ഇപ്പോൾ വിനയ് സാറാണെങ്കിലും ഞങ്ങൾ ഈ സിനിമയുടെ ഭാഗമായിട്ടാണ് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 5-6 hours അറ്റ്ലീസ്റ്റ് വി ടോക്ക്, അല്ലേ? ഞങ്ങൾ സിനിമയെ പറ്റിയിട്ട് ഒരു 90s മുതലുള്ള, അല്ലെങ്കിൽ 80s അവസാനം മുതൽ 90s തൊട്ടുള്ള ഹോളിവുഡ് സിനിമകളുടെ ഒരു എൻസൈക്ലോപീഡിയാണ് അദ്ദേഹം. അപ്പോൾ ഞാനെപ്പോഴും മൂവീസിൻ്റെ സജഷൻസ് മേടിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിന്നാണ്. അതല്ലെങ്കിലും വൈകുന്നേരങ്ങളിൽ വീട്ടിലെ വിശേഷം പറഞ്ഞിരിക്കാനാണെങ്കിലും, അതല്ല നമുക്ക് സിനിമകളെ പറ്റിയിട്ടുള്ള സ്വപ്നങ്ങളും ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകളുടെ കഥകൾ ഡിസ്കസ് ചെയ്യാനും ഒക്കെയും വളരെ അടുത്തൊരു സുഹൃത്തായിട്ട് നിന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ബ്രോ. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് അജുവേട്ടൻ, അന്ന് നമ്മൾ കൊച്ചിയിൽ ഈ സിനിമയുടെ ഒരു ടീസർ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് നിന്നപ്പോൾ അന്ന് സംസാരിച്ച് അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വലിയ വിജയങ്ങളാണ്. ഒരുപക്ഷെ നമ്മളുടെ കോമ്പിനേഷൻ ഭയങ്കര അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അതുതന്നെ ഈ സിനിമയ്ക്കും സംഭവിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു. പിന്നെ ഇതിൽ ഭാഗമായിട്ടുള്ള നിങ്ങൾക്കിഷ്ടമുള്ള, ഞങ്ങൾക്കിഷ്ടമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഷമ്മി ചേട്ടനുണ്ട്, പിന്നെ അർച്ചന കവി, ഗോപിക രമേശ്, പിന്നെ നമ്മളുടെ പേരുകൾ പറഞ്ഞാടാ പിന്നെ വിശാഖുണ്ട്, പിന്നെ അർജുൻ രാധാകൃഷ്ണനുണ്ട്. അർജുൻ രാധാകൃഷ്ണൻ ഞങ്ങൾ ഒരുമിച്ച് ഡിയർ ഫ്രണ്ട് ചെയ്തതാണ്. അതിനുശേഷം ഇങ്ങനൊരു സിനിമയും കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റി.
പിന്നെ പ്രധാനപ്പെട്ട ഒരു പേര് പറയാൻ മറന്നു, ക്ഷമിക്കണം. ഈ സ്റ്റേജിൽ കയറുമ്പോൾ ഇത്രയും കൊല്ലമായി സ്റ്റേജിൽ കയറി തുടങ്ങിയിട്ടുണ്ടെങ്കിലും സ്റ്റേജിൽ കയറുമ്പോൾ ഇപ്പോഴും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് സ്റ്റേജിൽ കയറുന്ന ആളല്ല. അത് കാരണം കൊണ്ട് തന്നെ ചെറിയൊരു നെർവസ്നെസ് ഒക്കെ ഉണ്ടാവും. ഞാൻ പല പേരുകളും മറന്നു പോകാറുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ മറന്നുപോയ പേര് തൃഷയുടെയാണ്, ക്ഷമിക്കണം. ഈ പടത്തിൻ്റെ ഞങ്ങളേറ്റവും സന്തുഷ്ടരായിട്ടുള്ളതും ആ ഒരു കാസ്റ്റിങ്ങിൽ തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതുപോലുള്ള ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടേഴ്സും അതേസമയം തന്നെ ഈ സിനിമ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അതുപോലെ നമ്മളെക്കാൾ സ്റ്റാർഡമുള്ള ഒരു ആക്ട്രസ് വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ മുതലേ പുള്ളിക്കാരി നേരത്തെ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയത് കൊണ്ട് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ ഞാൻ തിയേറ്ററിൽ തന്നെ, ഞാൻ കോയമ്പത്തൂരാണ് പഠിച്ചത്, അപ്പോൾ ആ സമയത്ത് തിയേറ്ററിൽ തന്നെ പോയി തൃഷ മാമിൻ്റെ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഈ സിനിമയിൽ മലയാളത്തിലുള്ള മറ്റ് സഹതാരങ്ങളെ പോലെ തന്നെ അത്രയും കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുള്ളിക്കാരി വന്നിട്ട്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കും മറ്റ് വലിയ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ വർക്ക് ചെയ്യുന്ന അവരൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അവർക്ക് അവിടെയൊന്നും പ്രൊവൈഡ് ചെയ്യുന്ന അത്രയ്ക്ക് സൗകര്യങ്ങൾ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അങ്ങനെ സൗകര്യങ്ങളല്ല, സിനിമയോടുള്ള സ്നേഹമാണ് പുള്ളിക്കാരെ ഇവിടെ എത്തിച്ചത് എന്ന് മനസ്സിലായത് ഞങ്ങളെ എല്ലാവരെയും കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് നമ്മളുടെയൊക്കെ കൂടെ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി പുള്ളിക്കാരി പ്രവർത്തിച്ചപ്പോഴാണ്. അപ്പോൾ താങ്ക് യു തൃഷ മാം. ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി റിലീസിന് ശേഷം പ്രമോഷൻ്റെ ഭാഗമായിട്ട് തൃഷ മാം വരുമായിരിക്കും. പിന്നെ അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, എല്ലാവരോടും നന്ദിയുണ്ട്. കാര്യം എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ നിന്നതുകൊണ്ടാണ് ഈ സിനിമ നമ്മൾ വിചാരിച്ച പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഈ സിനിമയുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും, മേക്കപ്പ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും, അതുപോലെ ലൈറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും, ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും തുടങ്ങി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഒരു 2023 ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങി. ഞാനൊരു 2023 ഡിസംബറിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങൾ 2024 ഒരു ജൂലൈ വരെ നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തു. ഈ സമയം കൊണ്ട് ആ ക്രൂവിലുള്ള എല്ലാവരും തമ്മിലുണ്ടായിട്ടുള്ള ഒരു സൗഹൃദവും സ്നേഹമുണ്ട്. ഈ സ്നേഹം നമുക്ക് ഇത് ഒരു സീരിയസ് സിനിമ എടുക്കുമ്പോൾ പോലും അതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ നടക്കുന്ന തമാശകൾക്ക് കാരണം ആ സ്നേഹവും ആ സൗഹൃദവുമായിരുന്നു. അത് ഈ സിനിമയ്ക്ക് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ എല്ലാവരെയും പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓരോരുത്തരോടും ഒരുപാട് നന്ദിയും സ്നേഹവും. അതിലുള്ള ഓരോരുത്തരുമാണ് ഈ സിനിമയെ നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ഇനി ഈ സിനിമ ഈ ജാനുവരി 2-ാം തീയതി പുതുവർഷത്തോടെ ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. ഇനി ഈ സിനിമ ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ് ഈ സിനിമയെപ്പറ്റി. ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങനെ നന്നായിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകരാണ്. അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആർട്ട് ഫോമിൻ്റെ ഭാഗമാവുന്നത് തന്നെ. അപ്പോൾ ജാനുവരി 2-ാം തീയതി ഞങ്ങളേറെ പ്രതീക്ഷകളോടെ ഈ സിനിമ നിങ്ങളുടെ അടുത്തേക്ക് ഇറക്കി വിടുകയാണ്. അതിനുശേഷം അത് നിങ്ങളുടേതും കൂടെയാണ് ഈ സിനിമയെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഏവർക്കും സ്നേഹം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ, സംതൃപ്തി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ, സമ്പന്നത ഉണ്ടാകട്ടെ, എപ്പോഴും സുഖമായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.